ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു കിഡിലൻ സ്മൂത്തിയുടെ വീഡിയോ ആണ് കേട്ടോ. തടി കുറക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ അതല്ലെങ്കിൽ ഡിന്നറിനൊക്കെ ഇതുപോലെ സ്മൂത്തി കഴിക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. പണ്ടൊക്കെ ഓരോ സ്മൂത്തി കഴിക്കുന്ന വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ടായിരുന്നു കേട്ടോ, എങ്ങനെയാണ് ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഇത് കഴിക്കാൻ കഴിയാന്നിട്ടോ. നമുക്ക് അപ്പവും പുട്ടും ദോശയൊക്കെ കഴിച്ചല്ലേ ശീലം, ഇത് മാത്രം കുടിച്ചിട്ട് വിശപ്പ് മാറുമെന്നൊക്കെ തോന്നുമായിരുന്നു. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഞാൻ ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ട് സ്മൂത്തി കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് കേട്ടോ മനസ്സിലായത് ഇത് ഭയങ്കര വയറ് നിറയുന്ന ഫീലാണ് നമുക്ക് തരുന്നത്. ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേറെ എന്തെങ്കിലും കഴിക്കണമെന്നൊന്നും തോന്നുന്നില്ല, വയറ് നല്ല ഫില്ലായിട്ടിരിക്കും. ഈ ഒരു സ്മൂത്തി നമുക്ക് തടി കുറയാൻ മാത്രമല്ല എല്ലാവർക്കും കുടിക്കാം കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമായവർക്കൊക്കെ ഒരുപോലെ കുടിക്കുക. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും ധാരാളം കാൽസ്യവും പോഷകങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സ്മൂത്തിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. വെയിറ്റ് ലോസ് ചെയ്യുന്നവരും ഡയറ്റ് ചെയ്യുന്നവരൊക്കെ ഒരു നേരം ഇത് കഴിക്കുകയാണെങ്കിൽ അവർക്ക് അടിപൊളിയായിട്ട് വെയിറ്റ് മാനേജ് ചെയ്തിട്ട് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടീസ്പൂൺ ചിയാ സീഡ് എടുത്തിട്ടുണ്ട്. ചിയാ സീഡ് പാലിലാണ് കേട്ടോ കുതിർത്ത് വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ വേണമെങ്കിൽ അങ്ങനെയും കുതിർത്ത് വെക്കാം കേട്ടോ. ചിയാ സീഡിലൊക്കെ ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട്, അതുപോലെ ഒമേഗ 3 ഫാറ്റി ആസിഡും ഫൈബറൊക്കെ അടങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി ഞാനിവിടെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ റാഗിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കുക. കട്ടകളില്ലാതെ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക കേട്ടോ. ആദ്യം ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കുക. ഇതുപോലെ കുറുകി വരുന്ന സമയത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ച് 2 മിനിറ്റ് വേവിച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ നന്നായിട്ട് തിളച്ചിവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതുപോലെ കുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. നന്നായിട്ട് ചൂടാറിയ ശേഷമാണ് നമ്മളിത് അടിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് അടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് 2 റോബസ്റ്റ പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. റോബസ്റ്റ പഴത്തിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ് വേവിച്ചത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നട്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ കുറച്ച് ബദാമും അതുപോലെ അണ്ടിപ്പരിപ്പും കൂടെ കുതിർത്ത് വെച്ചതാണ്. ഒരു 10-12 ബദാമും 6 അണ്ടിപ്പരിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് 2 ആൾക്ക് സെർവ് ചെയ്യാനുള്ള അളവാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. കുറച്ച് പാലൊഴിച്ച് കൊടുത്തിട്ട് മാത്രം ആദ്യം അരച്ചെടുക്കുക കേട്ടോ. എന്നാലാണ് ഇതൊക്കെ നന്നായിട്ട് അരഞ്ഞ് കിട്ടുള്ളൂ. ബദാമിൻ്റെ തൊലി കളയേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനത് തൊലിയൊന്നും കളയുന്നില്ല, നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു റാഗിപ്പൊടി ഒന്ന് ചൂടാറിയ ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. റാഗിയിൽ ഒത്തിരി കാൽസ്യമൊക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ എല്ലുകൾക്കും പല്ലുകൾക്കൊക്കെ നല്ല ആരോഗ്യം കിട്ടും കേട്ടോ. ഇനി റാഗിയുടെ കൂടെ തന്നെ എത്രയാണോ പാല് വേണ്ടത് അതും കൂടെ ചേർത്ത് കൊടുക്കുക. നമുക്ക് കഴിക്കാനുള്ള ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ പാല് ചേർത്ത് കൊടുക്കേണ്ടത്. നല്ല ടൈറ്റ് വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 1 ഗ്ലാസ് ചേർത്ത് കൊടുത്ത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം നമ്മൾ പാല് കുതിർത്ത് വെച്ചിട്ടുള്ള ചിയാ സീഡും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടിപൊളി സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. താങ്ക്